ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയും വെളിയിൽ ഇടിച്ചു കുത്തി മഴയും. നല്ല രസമുണ്ട്, നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് ഇവിടെ മുടി വെട്ടാനായിട്ട് വേണ്ടി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരിടത്തുനിന്ന് മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ മുടി വെട്ടാൻ പോകണം, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഇത്ര നാൾ ഇന്ത്യയിൽ മാത്രമേ മുടി വെട്ടിയിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഇതുവരെയായിട്ട് എങ്ങും പോയി മുടി വെട്ടാൻ പോയിട്ടില്ല. ഇപ്പം എൻ്റെ മുടി കാണിക്കാം, ചില ചകിരി പരുവായിരിക്കുകയാണ്. ഇതിന് മുടി കഴുകുന്ന ദിവസം ഇന്ന്. അപ്പോൾ ഇതിപ്പം ഈ നീളം ആയിരിക്കുക, കണ്ടോ? എന്നിട്ട് ഒരു പരുവ മൊത്തം ഡ്രൈ ആയി കിടക്കുക. അപ്പം ഞാനിപ്പം എൻ്റെ മുടിയിൽ ഹെയർ മാസ്ക് പുരട്ടിയിട്ട് അതിന് ശേഷം ജോസ് ഇപ്പം വർക്ക് ഫ്രം ഹോമാണ്, വരുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അപ്പം ഞാൻ ഒത്ത എൻ്റെ മുടി ഞാൻ തന്നെ വെട്ടാം. ഞാൻ നേരത്തെ വെട്ടിയിട്ടുള്ളതാണ്, അപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചോണ്ട്. പക്ഷെ എന്നാലും നേരത്തെ ഞാൻ വെട്ടിയിട്ടുള്ളത് സ്ട്രെയിറ്റ് ആണ്, അതല്ലാതെ എനിക്ക് ലെയേഴ്സ് അങ്ങനെയൊന്നും ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ കുറേ വർഷമായി. ഞാൻ യൂഷ്വലി സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തു എനിക്ക് ഇച്ചിരി ഷോർട്ട് ആക്കണം, ഇതിന് ഇത്രയും നീളം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ. അപ്പം എനിക്ക് ഇത്രയും കളയണം. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ മുടി വെട്ടാമെന്ന് തീരുമാനിച്ചു ഇന്ന്. അപ്പം ഞാൻ എൻ്റെ ഹെയർ മാസ്കുമായിട്ട് വരട്ടെ. 3 ടേബിൾ സ്പൂൺ തൈരും 1 മുട്ടയും. ഇതാണ് ഞാൻ യൂഷ്വലി ഒരു മാസം കൂടുമ്പം, ഒരു മാസത്തെ ഒരിക്കൽ ഇത് ഞാൻ ചെയ്യും. സോ ഈ പരുവാവും, എന്നിട്ട് അതങ്ങ് മുടി പരട്ടിയേക്കാം. സോ അങ്ങനെ ഞാനത് തലയിൽ മുട്ട തൈര് പരട്ടി. കണ്ടാ, ഇത് ഞാൻ ഒത്തിരി നേരം വെക്കത്തില്ല, അരമണിക്കൂർ മാത്രം വെക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒത്തിരി നേരം വെക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് വേണ്ടി ഞാൻ അരമണിക്കൂർ മാത്രം വെച്ചിട്ട് അത് കഴുകിക്കളയും. കഴുകുന്നത് ഷാമ്പൂ കണ്ടീഷണർ വെച്ച് സിമ്പിൾ. സോ ഇതെൻ്റെ എപ്പോഴത്തെയും ഒരു മാസം കൂടുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. ഞാനപ്പം ഓൺലൈനിൽ കണ്ടുവച്ചിരിക്കുന്ന ഇമേജസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ തന്നെ വെട്ടുന്നതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് മുടി കഴുകി നമുക്ക് കാണാം. എനിക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റത്തില്ല, ജോസ് അപ്പുറത്ത് തന്നെ ഉണ്ട്. ഞാനിവിടെ വെട്ടിയിരിക്കും, മുടി വെട്ടാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. മുടി വെട്ടുന്ന സിസേഴ്സേ ഉപയോഗിക്കാവുള്ളൂ, മീൻ വെട്ടുന്നതോ തുണി വെട്ടുന്നത് ഉപയോഗിക്കല്ലേ. ഇത് കണ്ടാലും മുടി വെട്ടാൻ പോലെ, ദയവേത് അറിയാൻ മേലാത്ത പണിക്ക് പോലെ. ജോസ് എന്തൊക്കെയോ പറയുന്നു. Okay, now second round. Kind of fine, it's not that bad. Nice. മുടി വേണ്ടി ചുമ്മാ സ്റ്റൈൽ ചെയ്ത് നോക്കട്ടെ, എത്ര ഭാഗമായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. But anyways, I would recommend do not try this at home, please. Okay, so are you ready to see the transformation? I'm excited to show you. So I called it.
എടോ കണിയെ വേണോ? ബിസിയാണോ? റിയാക്ഷൻ വീഡിയോ അല്ലേ, ഞാൻ റിയാക്ഷൻ നല്ലതാ. ഇങ്ങനെയല്ല, ഞാൻ ശരിക്കും ജെന്യുവൻലി എങ്ങനെ പറഞ്ഞിരുന്നേ? രസമുണ്ട്. രസമുണ്ട്. രസമുണ്ടോ? നല്ലതാണോ? വെട്ടിയോ? കൊറേ വെട്ടി. ഇത്ര ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? എപ്പോ? ശ്രദ്ധിച്ചിട്ടാണ്. ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു. അത്രയൊന്നും ഇല്ലായിരുന്നു. എന്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതും വീഡിയോ ഉണ്ട്. ഞാൻ തുടക്കത്തിൽ വീഡിയോ എടുക്കുമായിരുന്നു, കട്ട് ചെയ്യുന്നില്ല. രസമുണ്ട്. ജെന്യുവൻ ആയിട്ട് പറയാം. നിങ്ങൾക്ക് കൊറേ ഇഷ്ടപ്പെട്ടോ? കൊറേ ഇഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞാൽ അത്രയും തലക്കേടില്ല. ഇച്ചിരി താഴെയും മുകളിലുമായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു പീസ് താഴെയും മുകളിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെയ്യുമ്പം ഇത്രയും പെർഫെക്ഷനേ പറ്റത്തുള്ളൂ, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. ബട്ട് ഐ എം വെരി ഹാപ്പി. എനിക്കിങ്ങനെയായിരുന്നു വേണ്ടത്. എന്നുവെച്ചാൽ നീണ്ട മുടി ഞാൻ മടുത്തു പോയായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ചെറിയ മുടി ആക്കണമെന്നായിരുന്നു ആഗ്രഹം. സോ ഐ എം ഹാപ്പി വിത്ത് ദ ഔട്ട്കം. സോ കൂൾ. ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യും, അതുകൊണ്ട് ഐ ഡോണ്ട് മൈൻഡ്. എനിവേസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.